ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന കുറച്ച് കറികൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചികരമായ മീൻ കറിയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തളമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീനാക്കി എടുത്ത് വെച്ചേക്കുന്നു. അപ്പോൾ തളമീൻ ആ പീസ് മാത്രമല്ല, ഞാൻ കുറച്ച് എല്ലോട് കൂടിയാണ് വാങ്ങിച്ചത്. അത് കട്ട് ചെയ്യുമ്പം നമുക്ക് അങ്ങനെ പറഞ്ഞ് വാങ്ങിച്ചാൽ നല്ല ഒരു കറികൾക്കൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. മുള്ളും എല്ലും ഒക്കെ ഉള്ള ഭാഗം ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ബീഫ് വാങ്ങിച്ചാലും നമ്മൾ അങ്ങനെ കറി വെക്കുമല്ലോ. അപ്പോൾ ഞാനത് എല്ലോട് കൂടിയുള്ള പീസ് ഭാഗം വാങ്ങിച്ചിട്ട് നമുക്കിന്ന് മുളക് കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് മൺചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് ചട്ടി ചൂടായി കഴിഞ്ഞ് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ജസ്റ്റ് ഒരു 1/4 സ്പൂൺ അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് ഉലുവ ഒന്നും ഇടണ്ട. ചിലർക്ക് ഉലുവ പൊടിയായിരിക്കും ഇഷ്ടം കേട്ടോ. ഞാനിപ്പോൾ ഉലുവ താളിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. എന്നുവെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു വിരലിൻ്റെ ഒരു പകുതി ഭാഗം, 1 ഇഞ്ച് വലിപ്പം, അത്രയൊക്കെ മതി. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു ബൾബിൻ്റെ പകുതി, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർക്കുമ്പം ഈ വലിയ പീസ് മീനുകളുണ്ടല്ലോ, അത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വെളുത്തുള്ളി കുറച്ചും ഇഞ്ചി കൂടുതലും എടുക്കണം. ഈ വലിയ മീനുകൾക്ക് അതാണ് നല്ലത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് കളറ് മാറുന്നിടം വരെ അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി എനിക്ക് ഇച്ചിരി കുറവായിട്ട് തോന്നി. അപ്പോൾ കുറച്ചുകൂടി ഇഞ്ചി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്പൂൺ ഇഞ്ചി കൂടി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ മീനുകൾക്ക് ഇഞ്ചി ഇങ്ങനെ കുറച്ച് കൂടുതൽ നിൽക്കുന്നത് നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അതിലേക്ക് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഉലുവ താളിച്ച് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കഴിഞ്ഞ് ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വന്നു കഴിഞ്ഞ് ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ചാറ് വേണമെന്ന് വെച്ചാൽ, അതിന് ഗ്രേവി വേണോ അതനുസരിച്ച് വേണം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാൻ. വലിയ മീൻ എപ്പോഴും നല്ലൊരു കുഴമ്പ് പോലെ ഇരിക്കുമ്പം നല്ല ടേസ്റ്റാണ്. ചിലപ്പോൾ നമുക്ക് വേറെ കറി ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചാറോടുകൂടി നമ്മൾ വയ്ക്കും. അപ്പോൾ ഞാൻ എപ്പോഴും മല്ലിപ്പൊടി എടുക്കുന്നതിൻ്റെ കുറച്ച് കൂടുതൽ തന്നെ മുളക് പൊടി എടുക്കാറുള്ളൂ. അപ്പോൾ നല്ല എരിവില്ലാത്ത നല്ല മുളക് പൊടി. അപ്പം 1 സ്പൂൺ മല്ലിപ്പൊടിക്ക് ഞാൻ എപ്പോഴും 2.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കും. എരിവ് ഒട്ടും ഇല്ലാത്ത ഡബ്ബാ മുളകെന്നും പറഞ്ഞ് ഒരു മുളകുണ്ട്, അതിനൊട്ടും എരിവില്ല. ഗ്രേവി കൂടുതൽ കിട്ടണമെങ്കിൽ ഈ ഒരു ഡബ്ബാ മുളക് ചേർത്താൽ ഗ്രേവി നല്ല പോലെ ഉണ്ടാവും. അതുപോലെ എരിവും കാണത്തില്ല. നമ്മൾ സാധാരണ നമുക്ക് കാശ്മീരി മുളകില്ലേ, കാശ്മീരി ചില്ലി വാങ്ങിച്ച് പൊടിച്ചും അതിൻ്റെ മുളക് പൊടി കുറച്ച് പൊടി കുറവുമായിരിക്കും, കുറച്ച് എരിവും കാണും. ഇത് ഒട്ടും എരിവ് തന്നെ ഉണ്ടാകത്തില്ല. നമുക്കപ്പോൾ അതിലേക്ക് കുരുമുളകൊക്കെ ചേർക്കണമെങ്കിൽ ആ ഒരു ഡബ്ബാമുളക് ചേർത്ത് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ എന്തായാലും നമുക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ ഡബ്ബാമുളക് ചേർത്ത് കറി വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അതൊരു പ്രയോജനം വരട്ടെ. നമ്മൾ പല സൈസ് മാർക്കറ്റിൽ നമുക്ക് ഡബ്ബാമുളക്, കാശ്മീരി ചില്ലി ഒക്കെ കിട്ടും. ഇതൊരു സൈസ് വലിയ മുളകാണ് കേട്ടോ, വലിയ ഒരു മുളകാണ്. അത് നമ്മൾ മാർക്കറ്റിൽ അന്വേഷിച്ചാൽ കിട്ടും. അപ്പോൾ ഞാൻ അതിലേക്ക് 1/4 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒട്ടും എരിവില്ലാത്ത ഒരു മുളക് പൊടിയാണിത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി അതിലേക്ക് മിക്സിയിലൊന്ന് നമുക്കിങ്ങനെ ഒന്ന് ചതച്ച് കിട്ടത്തില്ല, ഒന്ന് ഒതുക്കി കിട്ടുകയില്ലേ, അതുപോലെ. ഒരുപാട് അരഞ്ഞു പോയാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ഗ്രേവി നല്ലതായിട്ട് കിട്ടണമെങ്കിൽ തക്കാളി, അതുപോലെ ഇപ്പോഴത്തെ തക്കാളി നമുക്ക് വഴറ്റിയാലൊന്നും തന്നെയും അത് ഉടഞ്ഞു വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഞാനൊന്ന് മിക്സിയിലൊന്ന് ചതച്ചിട്ട് വേണം തക്കാളി ഇടാൻ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഉടനെ തന്നെ തക്കാളി ഇട്ട് വഴറ്റരുതേ.
കാരണം ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് നമുക്കൊന്ന് ഡ്രൈ ആക്കി ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ തക്കാളി എടുക്കുമ്പം വെള്ളത്തിൻ്റെ അംശം വരും. അത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടതിന് ശേഷമേ തക്കാളി ഇടാവുള്ളൂ. അതിപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. എന്നിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതല്ല, കുടംപുളി നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളവും കുടംപുളിയും കൂടി പെട്ടെന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോഴേ നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിക്കണം. അതുപോലെ തന്നെ നമുക്ക് മീനും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ മിക്സി കഴുകി വെള്ളം ഒഴിച്ച് കൊടുത്ത്, നമ്മൾ തക്കാളി അടിച്ചില്ലേ അതൊന്ന് കഴുകി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചൂടായി അത്യാവശ്യം ഒരു തിളയ്ക്കാറായി വരുമ്പോഴാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ ഞാൻ മീൻ പിറക്കി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മീനെല്ലാം പിറക്കി വെച്ച് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കട്ടെ. ഞാൻ എന്നിട്ട് മുരിങ്ങയില, അതുപോലെ തന്നെ തഴുതാമ ഇല എന്നും പറഞ്ഞ് നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ്. ഷുഗറുകാർക്കൊക്കെ നല്ല ബെറ്ററാണ്. അപ്പോൾ ആ ഒരു ഇലയും മുരിങ്ങയിലയെല്ലാം അതിൻ്റെ തണ്ടെല്ലാം എടുത്ത് നല്ല ക്ലീൻ ആക്കിയിട്ട് ഞാൻ രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് കട്ടിംഗ് ബോർഡിൽ അരിഞ്ഞെടുത്തു. ഒന്ന് ജസ്റ്റ് ഒരുപാടങ്ങ് നമുക്ക് വലുതായിട്ട് കിടക്കണ്ടല്ലോ എന്നോർത്ത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ടേസ്റ്റ് കൂടാൻ ഇലകൾ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടാനും അതുപോലെ കുട്ടികൾക്കും എല്ലാം കുറച്ച് പ്രോട്ടീൻ കൂടാൻ വേണ്ടി ഞാനൊരു ടിപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുരിങ്ങപ്പൂ ഉണ്ട്, ഒരു 3-4 എണ്ണം. അതും ആ ഇലയിൽ കൂടി തോരൻ വെച്ച്, മുരിങ്ങപ്പൂ മാത്രം തോരൻ വെച്ച് കഴിച്ചവരൊക്കെ ഭാഗ്യമുള്ളവരെന്നേ പറയത്തുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റാണ് മുരിങ്ങപ്പൂ തോരൻ വയ്ക്കുമ്പോൾ. അതും നല്ല ഒരു ഇല പോലെ തന്നെ നല്ല പ്രോട്ടീനുള്ള ഒരു ഇതാണ് പൂവും. അപ്പോൾ എൻ്റെ തളമീൻ കറി നല്ല പോലെ കുറുകി വറ്റി വന്നു. ഞാൻ ഇലയെല്ലാം അരിഞ്ഞെടുത്തപ്പോഴത്തേക്കിന് മീനെല്ലാം നല്ല വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്കൊരു പച്ചമുളകും കറിവേപ്പിലയൊക്കെ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് നോക്കൂ. നല്ല തുറക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അതുപോലെ ആ മുളകെടുത്ത് ചോറും കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. അതൊന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ഞാൻ കുറച്ച് ഇല ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. ഒരാഴ്ചയോളം നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഇല സ്റ്റോർ ചെയ്താലിരുന്നോളും. രാവിലെ കുട്ടികൾക്കൊക്കെ ലഞ്ചിന് നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇല തോരൻ വെക്കുമ്പോൾ ഞാൻ ചേർക്കുന്ന അതിലേക്ക് എക്സ്ട്രാ നമുക്ക് പ്രോട്ടീൻ കൂടാനും രുചി കൂടാനുമായിട്ട് നമുക്ക് ഒരു മുട്ട ചേർക്കാം. അപ്പോൾ ഞാൻ ഇല തോരൻ വെക്കുമ്പം അതിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ ചട്ടിയിലും കൂടുതൽ ഇങ്ങനത്തെ നാടൻ കറിയെല്ലാം ചട്ടിയിൽ വെക്കാൻ ശ്രദ്ധിക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് അതിലെ പ്രോട്ടീനും അല്ലെ അതിനകത്തെ ഗുണങ്ങളും അല്ലെ വിഷം ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ എന്ന് ഓർക്കും. അപ്പോൾ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടട്ടെ. എന്നിട്ട് അതിലേക്ക് ഒരു പിടി സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തു. ചിലർക്ക് ചെറിയ ഉള്ളി കൂടുതലിടുന്നത് നല്ല ഇഷ്ടമായിരിക്കും. ഈ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി ഒരുപാട് ചേർക്കുന്നത് ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ ഒരു സവാള. ഞാൻ ഈസി ആയിട്ട് അത് കുത്തിയിരുന്ന് പൊളിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് കൂടുതലും സവാളയാണ് തോരന് ചേർക്കാറ്. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ തോരന് നമുക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഒരു പീസ് വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് ഒതുക്കിയെടുത്തതാണ്. ഒറ്റ മിക്സിയിൽ ഒതുക്കിയെടുത്തിട്ട് ഒരുപാട് അങ്ങ് അരയരുത്. ഇലയ്ക്ക് ഒരിക്കലും അരയ്ക്കാതെ ഇടുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ അരച്ച് തന്നെ ചേർക്കുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി ഇതിലേക്കൊന്ന് ആ ഇല ഇടുന്നതിന് മുമ്പൊന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണയ്ക്കകത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വഴന്ന് വന്നോട്ടെ. അതിനുശേഷം നമുക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ആ തേങ്ങ ഒരു വശത്തേക്ക് ഒന്ന് ഒതുക്കിയിട്ട് വേണമെങ്കിൽ ആ മുട്ട ഒഴിക്കാം.
അതല്ലേ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ നമുക്ക് പാത്രത്തിലൊക്കെ മുട്ടയൊന്ന് ചിക്കി ഇതിലേക്ക് ഇട്ടാലും മതി ലാസ്റ്റ്. ഞാനിങ്ങനെ തന്നെയാണ്, വേറെ പണിക്കൊന്നും എളുപ്പപ്പണി നോക്കുന്നതാണ്. ഞാൻ മുട്ട അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഒന്നൊന്ന് ഉടച്ച് ഒരു കുറച്ച് നേരം ഒന്ന് വേകാൻ അതിനെ ഒന്ന് അനുവദിക്കും, കുറച്ചൊന്ന് വാടാൻ അനുവദിക്കും. കരിഞ്ഞു പിടിക്കരുത്, ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ എങ്ങാനും നമ്മൾ മുട്ട ഒഴിക്കുമ്പം അടിക്ക് പിടിക്കുമോ എന്നൊരു ഡൗട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവെള്ളം തളിച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കണം. അപ്പോൾ അതൊരു ടിപ്പാണ്. കാരണം ചില ചട്ടിയിൽ നമുക്ക് അടിയിൽ ഇങ്ങനെ പെട്ടെന്ന് അടിക്ക് പിടിക്കും എന്തെങ്കിലും സാധനം. അതുപോലെ തന്നെ നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ചെയ്താലും പെട്ടെന്ന് തന്നെ നമുക്ക് അടിയിൽ പിടിക്കുന്ന പോലെ എന്ത് വന്നാലും പെട്ടെന്ന് കൈവെള്ളം ഇങ്ങനെ കുറച്ച് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കയ്യിൽ വെള്ളം എടുത്തിട്ട് കുടഞ്ഞ് ആ കറി ടേസ്റ്റാക്കി എടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഇതൊക്കെ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ, മുട്ടയൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ചീരയില്ലേ, മുരിങ്ങയില, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. മുട്ട ഇടുമ്പം തന്നെ വേണമെങ്കിൽ ഉപ്പിട്ടോളൂ. ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തില്ല. ഇല ഒന്ന് വാടിയിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇലയെല്ലാം ഒന്ന് വാടി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇല ഇട്ട ഉടനെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു കൈവെള്ളം, ഞാൻ പറഞ്ഞില്ലേ കൈവെള്ളം തളിക്കുന്നത്, ഇങ്ങനൊന്ന് കൈവെള്ളം തളിച്ച് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ തഴുതാമേലേക്ക് അത്യാവശ്യം ചെറിയൊരു വേവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് വേഗട്ടെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ആ വെള്ളം തളിച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലയെല്ലാം നല്ല വെന്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ എല്ലാം കറക്റ്റ് വെന്ത് വന്ന് തീ ഓഫാക്കി. അപ്പോൾ എപ്പോഴും ഇല ഇങ്ങനെ വെക്കുമ്പോൾ ഒതുക്കി വെക്കണം, മുകളിലിങ്ങനെ കൂട്ടി വെക്കണം കേട്ടോ. ഇല ചട്ടി പരത്തി വെച്ച് നമ്മൾ വേവിക്കരുത്. ഇലയൊന്ന് ആവി വേകുന്ന എപ്പോഴും ടേസ്റ്റ് കേട്ടോ. ആവി വേകുക എന്ന് വെച്ചാൽ നമ്മൾ ചട്ടി പരത്തി വെക്കാതെ കൂട്ടി വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ അതെല്ലാം എടുത്ത് കറിയെല്ലാം വിളമ്പി എടുക്കാമെന്ന് ഓർത്തു, ചോറുണ്ണാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ആക്കി. അപ്പോൾ തംബ്നെയിലിനും നല്ല ഫോട്ടോ ഒക്കെ കിട്ടാൻ വേണ്ടി അതും അങ്ങനെ ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് വിളമ്പി വെച്ചതാണ്. അപ്പോൾ നമുക്ക് നല്ല തളമീൻ കറിയും നമുക്ക് ഈ ഒരു സെർവിങ് ചട്ടിയിലോട്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതും എനിക്ക് തംബ്നെയിൽ കിട്ടാൻ വേണ്ടി ഞാൻ സെർവിങ് ബൗളായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യും കേട്ടോ. കറി ഇതിനകത്ത് വെക്കാറില്ല. ഞാനിങ്ങനെ സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചട്ടി തന്നെ കറിയൊക്കെ എടുക്കുമ്പോൾ നല്ലതല്ലേ. അപ്പോൾ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ഈ കറിയെല്ലാം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഷെയറും ചെയ്ത് ലൈക്കും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിലും അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.